ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 16 അണ്ടറിലുള്ള കുറച്ച് സെക്ഷൻസിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 319 to 338 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ഹേർട്ടും അതുപോലെ തന്നെ ഗ്രീവിയസ് ഹേർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സെക്ഷൻസ്, അതായത് തുടക്കത്തിലുള്ള 3 സെക്ഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 319, 320 അതുപോലെ തന്നെ 321. ആൻഡ് ബാക്കി വരുന്ന സെക്ഷൻസ് നമ്മൾ കമ്മിങ് വീഡിയോസിൽ ചെയ്യുന്നതാണ്. അതായത് നമ്മളൊരു 5 പാർട്ടായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ആദ്യത്തെ പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സെക്ഷൻ 319 ഓഫ് IPC ഹേർട്ട് എന്താ എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഹേർട്ട് എന്ന വാക്കിൻ്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത് വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് വേദന ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. സോ whoever causes bodily pain, disease or infirmity to any person is said to cause hurt. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി ശാരീരിക വേദന ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അസുഖം ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു പേഴ്സണ് എന്തെങ്കിലും രീതിയിലുള്ള വൈകല്യം ഉണ്ടാക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ആക്ട് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തി മറ്റു വ്യക്തിയെ ഹേർട്ട് ചെയ്തു അതല്ലെങ്കിൽ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് സെക്ഷൻ 319 അണ്ടറിൽ പറയുന്നത്. ഏതൊരു വ്യക്തിയാണ് മറ്റൊരു പേഴ്സണ് ശാരീരിക വേദന അതല്ലെങ്കിൽ അസുഖം അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യം ഉണ്ടാക്കിയിട്ടുള്ളത് ആ പേഴ്സൺ മറ്റു പേഴ്സണെ ഹേർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 320 ആണ്. അതായത് സെക്ഷൻ 320 ഗ്രീവിയസ് ഹേർട്ടിനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ താഴെ കൊടുത്തിട്ടുള്ള 8 തരത്തിലുള്ള ഹേർട്ടുകളെ നമ്മൾ ഗ്രീവിയസ് ഹേർട്ടായിട്ട് കണക്കാക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് എതിരായിട്ട് മാത്രം കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഗ്രീവിയസ് ഹേർട്ടാണ്. അതായത് ഒരു പുരുഷന്റെ എക്സ്റ്റേണൽ സെക്ഷൽ ഓർഗന്റെ മുകളിൽ ഇഞ്ചുറി വരുത്തുമ്പോഴാണ് നമ്മൾ അതിനെ ഇമാസ്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു പുരുഷന്റെ പീനിസിനെയോ അതല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസിൻ്റെയോ ഒരു വ്യക്തി ഇഞ്ചുറി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഒരു വ്യക്തിയുടെ ഒരു കണ്ണോ അതല്ലെങ്കിൽ 2 കണ്ണിൻ്റെയോ കാഴ്ചശക്തി എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്നത് ഒരു ഗ്രീവിയസ് ഹേർട്ടായിട്ട് കണക്കാക്കുമെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ഒരു വ്യക്തിയുടെ ഒരു ചെവിയുടെയോ അല്ലെങ്കിൽ ഇരു ചെവിയുടെയോ കേൾവി ശക്തിയെ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കുന്നത് ഒരു ഗ്രീവിയസ് ഹേർട്ടായിട്ട് കണക്കാക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് ലോസ് ഓഫ് എനി മെമ്പർ ഓർ ജോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ മെമ്പർ അതുപോലെ എന്താണ് ഈ ജോയിന്റ് എന്നൊക്കെ. മെമ്പർ എന്നുള്ള വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ അവയവങ്ങളെയാണ്. ആൻഡ് ജോയിന്റ് എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 എല്ല് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ അത്, അല്ലെങ്കിൽ നമ്മുടെ 2 മസിൽസ് ബന്ധിക്കപ്പെടുന്ന ആ ഒരു ഇതില്ലേ അതിനെയാണ് ഈ ജോയിന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ 2 എല്ലുകൾ ജോയിൻ ചെയ്യുന്ന അതല്ലെങ്കിൽ 2 മസിൽസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ജോയിന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു വ്യക്തിയുടെ മെമ്പറിനെയോ അതല്ലെങ്കിൽ ജോയിന്റിനെയോ ഡിപ്രൈവ് ചെയ്യുകയാണ് മറ്റൊരു വ്യക്തിയെങ്കിൽ അതൊരു ഗ്രീവിയസ് ഹേർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരാളുടെ കാല് വെട്ടിയെടുക്കുക അല്ലെങ്കിൽ കൈ വെട്ടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ലോസ് ഓഫ് മെമ്പർ അല്ലെങ്കിൽ ജോയിന്റ് തന്നെയാണ്. അതായത് ഒരു അവയവം അതല്ലെങ്കിൽ ആ ഒരു 2 എല്ല് കൂട്ടിമുട്ടുന്ന ആ ഒരു പൊസിഷൻ അതിനെ വെട്ടിക്കളയുകയാണ്. സോ അതെന്ന് പറയുന്നത് ഒരു ലോസ് ഓഫ് മെമ്പർ അല്ലെങ്കിൽ ജോയിന്റ് തന്നെയാണ്. ആൻഡ് അത്തരം പ്രവർത്തികൾ ഗ്രീവിയസ് ഹേർട്ടായിട്ട് കണക്കാക്കും. അഞ്ചാമതായിട്ട് ഡിസ്ട്രക്ഷൻ ഓർ പെർമനന്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവേഴ്സ് ഓഫ് എനി മെമ്പർ ഓർ ജോയിന്റ്. ഒരു വ്യക്തിയുടെ മെമ്പർ അല്ലെങ്കിൽ ജോയിന്റിന് ഉണ്ടായിരുന്ന പവറിനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുകയോ
അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും കേടുപാട് വരുത്തുകയോ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ അതല്ലെങ്കിൽ ആ ഒരു ജോയിന്റ് അല്ലെങ്കിൽ മെമ്പറിന് മുൻപുണ്ടായിരുന്ന ആ ഒരു പവർ അതല്ലെങ്കിൽ പവർ എന്ന് തന്നെ നമുക്ക് പറയാം, ആ പവറിനെ ഇല്ലാണ്ടാക്കുക. ഇതിനെയും നമ്മൾ ഗ്രീവിയസ് ഹേർട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നടന്നു പോകായിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു, ഒരു മരക്കഷ്ണം എടുത്തിട്ട് അയാളുടെ മുട്ടിന് ഒരൊറ്റ അടി അങ്ങ് അടിച്ചു. ആൻഡ് ആ അടിക്ക് ശേഷം അയാൾ പണ്ട് മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്ത പോലെ അയാൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നില്ല. സോ ഇത് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ അതല്ലെങ്കിൽ പെർമനന്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവർ ഓഫ് എനി മെമ്പർ ഓർ ജോയിന്റ് തന്നെയാണ്. അതായത് അയാളുടെ അവയവത്തിന് അതല്ലെങ്കിൽ ജോയിന്റിന് മുൻപുണ്ടായിരുന്ന ആ ഒരു ശക്തി ഇപ്പോൾ ഇല്ലാണ്ടാവുകയാണ്. ആറാമതായിട്ട് പെർമനന്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ദ ഹെഡ് ഓർ ഫേസ്. ഈ ഡിസ്ഫിഗറേഷൻ എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖം വിരൂപമാക്കുക നമ്മുടെ ഫേസ് അതല്ലെങ്കിൽ ഹെഡ് വിരൂപമാക്കുക അതല്ലെങ്കിൽ വികൃതമാക്കുക എന്നുള്ളതൊക്കെയാണ്. സോ ഒരു വ്യക്തിയുടെ തല അതല്ലെങ്കിൽ മുഖത്തിനെ എന്നേക്കുമായിട്ട് വികൃതമാക്കുന്നത് ഒരു ഗ്രീവിയസ് ഹേർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു ആക്ട് മൂലം, അതായത് ഈ ഒരു വ്യക്തിയുടെ മുഖം അല്ലെങ്കിൽ തല ഡിസ്ഫിഗർ ചെയ്തത് മൂലം ചിലപ്പോൾ അയാളുടെ ബോഡിക്ക് ഫങ്ഷൻ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നിട്ടുണ്ടാവില്ല. ബട്ട് എങ്കിൽ പോലും ഒരു വ്യക്തിയുടെ മുഖത്ത് അല്ലെങ്കിൽ തലയിൽ ഉണ്ടാക്കുന്ന പെർമനന്റ് ആയിട്ടുള്ള ഡിസ്ഫിഗറേഷനെ നമ്മൾ ഗ്രീവിയസ് ഹേർട്ട് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അടുത്തതായിട്ട് ഫ്രാക്ചർ ഓർ ഡിസ്ലൊക്കേഷൻ ഓഫ് എ ബോൺ ഓർ ടൂത്ത്. ഫ്രാക്ചർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ എല്ല് പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഒടിഞ്ഞു പോവുകയാണ്. സോ ഒരു വ്യക്തിയെ ഫ്രാക്ചർ ചെയ്യുന്നത് അതല്ലെങ്കിൽ അയാളുടെ എല്ലും പല്ലും പണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. അതായത് ആ പണ്ടിരുന്ന പൊസിഷനിൽ നിന്ന് മാറ്റുകയാണ് ഒരു ഹേർട്ട് മൂലം. സോ അങ്ങനത്തെ ആക്ടുകളെയും നമ്മൾ ഗ്രീവിയസ് ഹേർട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ പറയാറില്ലേ, അടിച്ചവനെൻ്റെ പല്ല് തെറിപ്പിച്ചു, എല്ലൊടിച്ചു എന്നൊക്കെ പറയില്ലേ. സോ ഇതിനൊക്കെ നമ്മൾ ഗ്രീവിയസ് ഹേർട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് അവസാനമായിട്ട് ഒരു വ്യക്തിയുടെ ജീവന് ഹാനികരമാവുന്ന തരത്തിലുള്ള എല്ലാ ഹേർട്ടുകളെയും നമ്മൾ ഗ്രീവിയസ് ഹേർട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ഹേർട്ട് മൂലം ഈ ഹേർട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തിക്ക് കഠിനമായിട്ടുള്ള ശരീരവേദന ഉണ്ടാവുകയും ആൻഡ് ഒരു 20 ഡേയ്സിലോട്ട് അയാൾ പണ്ട് ചെയ്തിരുന്ന ദൈനംദിന ജോലികൾ അയാൾക്ക് ചെയ്യാൻ കഴിയാണ്ട് വരികയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരം പരിക്കുകളൊക്കെ ഗ്രീവിയസ് ഹേർട്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളെയാണ്, അതായത് ഇത്രയും ഹേർട്ടുകളെയാണ് നമ്മൾ ഗ്രീവിയസ് ഹേർട്ട് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സെക്ഷൻ 321 ആണ്. അതായത് വോളണ്ടറിലി കോസിങ് ഹേർട്ട്. അതായത് ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുക അതല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മറ്റൊരു വ്യക്തി ഒരു പെർട്ടിക്കുലർ ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അയാൾക്കറിയാം താൻ ഇന്ന ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് മറ്റാൾക്ക് ഹേർട്ടാവാനുള്ള, അതായത് മറ്റാൾക്ക് വേദന അനുഭവിക്കാൻ കാരണമാവും എന്നറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഒരു ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ട്, അതായത് സ്വമേധയാൽ തന്നെ ഹേർട്ട് കോസ് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാം. സോ ഒരു വ്യക്തി ഇന്റൻഷനോട് കൂടിയോ, അതായത് മറ്റു വ്യക്തിയെ ഹേർട്ട് ചെയ്യുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയോ അതല്ലെങ്കിൽ കംപ്ലീറ്റ് നോളജോട് കൂടിയിട്ട്, അതായത് തൻ്റെ ഈ പെർട്ടിക്കുലർ ആക്ട് മറ്റേയാൾക്ക് ഹേർട്ട് കോസ് ചെയ്യും എന്നുള്ള നോളജോട് കൂടിയിട്ടോ ഒരു ആക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഹേർട്ട് കോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ വോളണ്ടറിലി തന്നെ, അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ ഹേർട്ട് കോസ് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.